കണ്ണൂർ കണ്ണപുരത്ത് വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ അറസ്റ്റിലായ അനൂപ് മാലിക്കിന്റെ അന്വേഷണ സംഘം ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. അനൂപിനെ സ്ഫോടനം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തിയേക്കും. ഇന്നലെ രാത്രിയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് അനൂപ് മാലിക് പിടിയിലായത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു. വിസ്മയ, ഇന്നലെയാണ് അനൂപ് മാലിക്കിനെ സംഘം പിടികൂടുന്നത്. ഇന്ന് അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. വിവരങ്ങൾ വൃന്ദ, ഈ അനൂപ് മാലിക്കിനെ ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അതിൽ ഈ പ്രതിയായ അനൂപ് മാലിക്കിനെ ഇന്നലെ വൈകിട്ടോടെ കാഞ്ഞങ്ങാട് നിന്നാണ് ഈ പ്രതി പിടിയിലാകുന്നത്. അതിനുശേഷം ഇന്ന് ഈ അനൂപ് മാലിക്കിനെ കോടതിയിൽ ഒരു വൈകിട്ടോടെ തന്നെ ഹാജരാക്കും. അതുപോലെ തന്നെ ഈ അനൂപ് മാലിക്കിൻ്റെ ഈ സ്ഫോടനം ഉണ്ടായ ആ ഒരു വീട്ടിലെത്തി തെളിവെടുപ്പും നടത്തിയേക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. എന്തായാലും ഇതിൽ പോലീസ് പറയുന്നത് ഈ ഒരു അനൂപ് മാലിക്കിൻ്റെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ വേണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വിശദമായൊരു ചോദ്യം ചെയ്യലായിരിക്കും ഉണ്ടാവുക. അതായത് ഈ ഒരു അനൂപ് മാലിക്കിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ, അതായത് ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ ഈ അനൂപ് മാലിക് പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ പിടിപാടുകൾ കൊണ്ട് പല കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. അതിനുശേഷം ഇന്നലെ ഉണ്ടായ ഒരു സ്ഫോടനത്തിലാണ് ഈ ഒരു പ്രതി ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഈ ഒരു പ്രതി ജയിലിലാകുന്നത് അല്ലെങ്കിൽ പിടിയിലാകുന്നത് ഈ ഒരു കേസിലാണ്. ഇതിൽ അതായത് അനൂപിൻ്റെ ബന്ധുവായ മുഹമ്മദ് ആശാം എന്ന് പറയുന്ന ഒരു തൊഴിലാളിയാണ്, അനൂപിൻ്റെ ബന്ധുവുമാണ്. ഇയാൾ ഇന്നലെ മരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഈ പ്രതി അനൂപ് മാലിക് കുടുങ്ങിയിരിക്കുന്നത്. ഈ ഒരു 7ഓളം കേസുകളിലാണ്, അതായത് കഴിഞ്ഞ വർഷങ്ങളിലായി നടന്ന 7ഓളം കേസുകളിലെ ഈ പ്രതിയാണ് ഈ അനൂപ് മാലിക്. പക്ഷേ വലിയ പിടിപാടുകൾ കൊണ്ട് തന്നെ ഈ ഒരു പ്രതി ഈ ഒരു കേസുകളിൽ നിന്നൊക്കെ ഊരി വരികയായിരുന്നു. പക്ഷേ ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസിൽ ഊരി വരാൻ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും ഇന്ന് അനൂപ് മാലിക്കിൻ്റെ ഒരു വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ ഉണ്ടാകും. അതിനുശേഷം വൈകിട്ടോടെ തന്നെ ഈ ഒരു അനൂപ് മാലിക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ഒരു കണ്ണൂർ കണ്ണപുരം കീഴറയിൽ ഇത്തരത്തിലൊരു സ്ഫോടനം നടക്കുന്നത്. അതിൽ വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ വീട്ടിലുണ്ടായിരുന്ന മുഹമ്മദ് ആശാം എന്ന് പറഞ്ഞ അനൂപിൻ്റെ ബന്ധുവും അതുപോലെ തന്നെ തൊഴിലാളിയുമായ മുഹമ്മദ് ആശാം ആ ഒരു സമയത്ത് തന്നെ മരിച്ചിരുന്നു. ആ ഒരു ശരീരാവശിഷ്ടം ചിതറിയ നിലയിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. എന്തായാലും അപ്പോൾ തന്നെ പ്രതിയെ അന്വേഷിച്ചിരുന്നെങ്കിലും ഈ ഒരു റിട്ടയർഡ് മാഷായ ഗോവിന്ദൻ എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥയിലുള്ളായിരുന്നു ആ വീട്. അയാളിൽ നിന്ന് ഈ അനൂപ് മാലിക് ഈ വീട് വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. അവിടെ ഈ അനൂപ് മാലിക് തൊഴിലാളിയായ 2 പേരുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. 2 തൊഴിലാളികളെയായിരുന്നു അവിടെ താമസിപ്പിച്ചിരുന്നത്. അതിൽ ഈ ഒരു മുഹമ്മദ് ആശാമാണ് ഇന്നലെ മരിച്ചത്, അതിൽ ഉണ്ടായ ഒരു തൊഴിലാളി. എന്തായാലും ഇതിൽ നാട്ടുകാർ പറയുന്നത് എന്ന് വെച്ചാൽ ഇവരെ ഈ വീട്ടിലുണ്ടായിരുന്ന സമീപത്ത് ഉണ്ടായിരുന്നവർ പറയുന്നത് ഇവർ രാത്രിയോടെയാണ് അല്ലെങ്കിൽ വൈകിട്ടോടെയാണ് ഈ വീട്ടിലേക്ക് വരിക. അതുപോലെ തന്നെ ഈ ചുറ്റുവട്ടം ആയിട്ടുള്ള ആരുമായിട്ടും ഇവർക്ക് വലിയ സംസാരമോ ബന്ധമോ ഉണ്ടായിട്ടില്ല. അതുപോലെ ഈ ഒരു ലൈറ്റ് അണച്ച സമയങ്ങളിലാണ് ഇവർ രാത്രിയോടെയാണ് വീട്ടിലെത്തുക. അതുപോലെ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല തുടങ്ങിയ കാര്യങ്ങൾ നാട്ടുകാരും പറഞ്ഞിരുന്നു. എന്തായാലും ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു അനൂപ് ഈ ഒരു ബോംബ് ആർക്കൊക്കെ കൈമാറി, അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കൾ ആർക്കൊക്കെ കൈമാറിയല്ലേ, എന്താണ് ഇതിൻ്റെ ഒരു കാര്യം എന്നുള്ളതിലൊക്കെ വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ ഇന്നുണ്ടാകും. എന്നാലും വൈകിട്ടോടെ ആയിരിക്കും ഈ അനൂപ് മാലിക്കിനെ കോടതിയിൽ ഹാജരാക്കുക. വൃന്ദ.